വരുന്ന ഏറ്റവും പുതിയ വിവരം കേണൽ ഡിന്നി, കരയിൽ ലോറി ഇല്ല എന്ന് സൈന്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. നടത്താവുന്ന പരിശോധനയൊക്കെ ഏറെക്കുറെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സിഗ്നലുകളുടെ കൂടി അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് ഏറ്റവും ഒടുവിലായി നടന്നത്. കരയിൽ ലോറിയില്ല, കരയിലില്ല എന്നുള്ളത് സൈന്യം കൂടി സ്ഥിരീകരിക്കുകയാണ്. ഇത് ഇന്നലെ തന്നെ അവിടുത്തെ സർക്കാർ പ്രതിനിധികൾ, MLA, മന്ത്രി അടക്കമുള്ളവരൊക്കെ പറഞ്ഞ കാര്യമാണ്, റവന്യൂ അധികൃതരൊക്കെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ അപ്പോഴും ഈ പരിശോധന സിഗ്നലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന സൈന്യം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു കരയിൽ ലോറിയില്ല എന്ന്. കരയിലെ പരിശോധന ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. കേണൽ ഡിന്നി, ഇപ്പോൾ അതാണ്, കരയിൽ ഇനിയിപ്പോൾ തെരച്ചിൽ നടത്തിയിട്ട് കാര്യമില്ല എന്നത് സൈന്യം തന്നെ പറയുകയാണ്. ഇനിയിപ്പോൾ ഈ പറയുന്ന സിഗ്നൽ എന്നൊക്കെയുള്ളത് അത് ഒരുപക്ഷെ ആ മണ്ണിലുള്ള ലോഹ സാന്നിധ്യം അതൊക്കെ ആകാം എന്ന് കൂടി നമ്മൾ ആ ഒരു നിഗമനത്തിലേക്ക് കൂടി എത്താമെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും അവർ ഗ്രൗണ്ടിൽ ഓപ്പറേറ്റ് ചെയ്ത ആളുകൾ പറയുകയാണ് ഇനി കരയിൽ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് 100% കറക്റ്റ് ആവാനാണ് സാധ്യത. അതായത് അവർ എല്ലാ രീതിയിലുള്ള ചെക്കിങ് കഴിഞ്ഞിട്ട് ആയിരിക്കും ഇപ്പം അവർ പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നലെയും പറഞ്ഞത്. ഒരു കംപ്ലീറ്റ് ചെക്ക് കഴിഞ്ഞ് ആധികാരികമായിട്ട് ഒരാൾക്ക് വന്ന് പറയുകയാണ് ഇനി കരയിൽ ഇത് കണ്ടെത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഫേസ് ഓഫ് ഓപ്പറേഷനിലേക്ക് പോകാം. അത് ഇനി അടുത്ത നാച്ചുറലി ഇനി നമുക്ക് പുഴയിലോട്ട് തന്നെ നോക്കേണ്ടി വരും. അപ്പോൾ അത് വലിയൊരു ചാലഞ്ചാണ്, ഇതിലും വലിയ ചാലഞ്ചാണ്. ഇപ്പോൾ നമ്മൾ കരയിൽ കണ്ട ചാലഞ്ച് അല്ല ഈ പുഴയിലേക്ക് നമ്മൾ ഇനി ഈ കംപ്ലീറ്റ് ഓപ്പറേഷൻ മാറ്റുമ്പോൾ. കാരണം നേരത്തെ നമ്മളെയൊക്കെ വിഷ്വൽസിൽ തന്നെ കാണുന്ന പോലെ നേരത്തെയൊക്കെ നമ്മൾ കരയിൽ തന്നെ ഉണ്ടാകാം എന്ന് കരുതാനുള്ള ചില കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നല്ലോ കേണൽ ഡിന്നി. അതായത് മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ എൻജിൻ ഓൺ ആയി എന്നുള്ളത് അത് ഭാരത് ബെൻസിന് തന്നെ അത്തരം സ്ഥിരീകരണം കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കരയിൽ തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതാനുള്ള ചില കാരണങ്ങളിൽ ഇതുകൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളിത് കൂട്ടിച്ചേർത്ത് പറയേണ്ടത്? തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും നമ്മളെല്ലാവരുടെയും വിശ്വാസം അങ്ങനെ തന്നെയായിരുന്നു. കരയിലുണ്ട് ആ മൊബൈൽ ഫോണിൻ്റെ കാര്യം പറഞ്ഞു, 18-ാം തീയതി വരെ റിങ് ചെയ്തെന്നാണ് വീട്ടുകാർ പറഞ്ഞത്. അതുപോലെ തന്നെ വണ്ടി ഓണായിട്ടുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ 300ഓളം തടിക്കഷ്ണങ്ങളാണ് കൊണ്ടുപോയത്. ആ തടിക്കഷ്ണങ്ങൾ പുഴയിലോട്ട് വീണ് കഴിഞ്ഞാൽ അത് ഈവൻ താഴെ പോയി കഴിഞ്ഞാൽ തന്നെ അത് ആ തടിക്കഷ്ണങ്ങൾ പൊട്ടി അതെല്ലാം പുറത്തോട്ട് വരെയും അത് മുകളിൽ ഭാഗത്ത് അല്ലെങ്കിൽ പുഴയുടെ മുകളിലേക്ക് വരേണ്ട സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം പല കാര്യങ്ങളും നമ്മളെല്ലാം അനലൈസ് ചെയ്തതാണ്. പക്ഷേ എന്നാലും ഇന്നിപ്പം അത് കരയിലില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളൊക്കെ വിചാരിക്കുന്നതിന് അപ്പുറം വേറെ ഏതോ രീതിയിൽ അത് എവിടെയോ ഉണ്ട് എന്ന് തന്നെ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത്. അതെപ്പോൾ ഇതിൽ തന്നെ ഇത് നല്ല ഭാരമുള്ളതാണ്. അതായത് ലോറിക്ക് തന്നെയുണ്ട് നല്ല ഭാരം, കൂടാതെ തടിക്കഷ്ണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര പെട്ടെന്ന് അത് ഒലിച്ചു പോവുക എന്നുള്ളതും സാധ്യമാണോ എന്ന ചോദ്യമൊക്കെയാണ് ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഉയർത്തിയിരുന്നതും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തള്ളിക്കളയാൻ കഴിയില്ല എന്നാണല്ലേ? കറക്റ്റ്, അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഈ 40 ടൺ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ലോറിയുടെ. അപ്പോൾ അത്ര പെട്ടെന്ന് അങ്ങനെ ഒഴുകിപ്പോവാനോ അല്ലെങ്കിൽ ഒരു പുഴയിലേക്ക് വീഴുമ്പം ഈ ഒരു 300 തടിക്കഷ്ണങ്ങളെല്ലാം അതേപോലെ തന്നെ ഇരിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ അതിനൊക്കെ ചോദ്യങ്ങളാണ്. അത് എങ്ങനെ അങ്ങനെ സാധിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ആയിട്ടുണ്ടെന്ന് നമുക്ക് അതൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ ആസ് ഓഫ് നൗ ഇപ്പോഴും നമ്മൾ നോക്കുമ്പം ഈ ഒരു എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ദിവസം ഇന്നിപ്പം ഏകദേശം വൈകിട്ട് ഓപ്പറേഷൻ അവസാനിക്കുമ്പം നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യങ്ങളിൽ ഒരു ചോദ്യത്തിനും ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. ഒരൊറ്റ ഒരു എന്താ പറയുക ഒരു റിസൾട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അതായത് കരയിൽ ട്രക്കില്ല എന്ന് സൈന്യം ആൻഡ് ബാക്കിയുള്ള ഏജൻസീസ് അവിടെ എല്ലാം കൂടെ അവരിന്ന് നടത്തിയ ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ഇൻക്ലൂഡിങ് അത് ഉപയോഗിച്ച് ചെയ്ത സെർച്ചിലൂടെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവിടെ ഇല്ല എന്നുള്ള ഒരു കൺഫർമേഷൻ മാത്രമാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അതാണിപ്പോൾ നമ്മളോട് പ്രേക്ഷകരൊക്കെ ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേണൽ ഡിന്നി. ഇപ്പോൾ ഇത്രയും വലിയ സാങ്കേതിക വിദ്യയൊക്കെ നമുക്കുള്ള സ്ഥിതിക്ക് ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഒരു സൂചന പോലും കിട്ടാതെ ഇതൊരു മനുഷ്യൻ
ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതിനുള്ള സംവിധാനങ്ങൾ നമുക്കില്ല, ഹ്യൂമൻ പ്രസൻസ് നോക്കുന്ന ഡിവൈസുകൾ അങ്ങനെയൊന്നില്ല എന്നുണ്ടോ എന്ന് ചോദിക്കുന്ന പ്രേക്ഷകരുണ്ട്. കൂടാതെ ഇത് ഇത്ര വലിയൊരു ലോറിയാണല്ലോ, ആ ലോറിയുടെ ഒരു സൂചന പോലും നമുക്ക് കിട്ടാത്ത തരത്തിലേക്ക് ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ സാങ്കേതിക വിദ്യകളൊക്കെ അത്യന്താധുനികം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ആ തരത്തിലേക്ക് നമ്മൾ വളർച്ച നേടിയിട്ടില്ല എന്നാണോ? ഇപ്പോൾ ഡീപ് സെർച്ച്, മെറ്റൽ ഡിറ്റക്ടർ എന്നൊക്കെ പറയുന്നത് ആധുനിക ഉപകരണങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ മറ്റൊരു ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ് ഉപയോഗിച്ച് ആ തരത്തിലേക്ക് അത് സെൻസ് ചെയ്യുന്ന തരത്തിലുള്ള ഉപകരണങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ഒന്നും കണ്ടുപിടിക്കാൻ കഴിയാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ് കേണൽ ഡിന്നി? മാം, ഓണസ്റ്റ്ലി ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ആർക്കും, ഈ ഇരിക്കുന്ന ആർക്കും നമുക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. കാരണം അത് ഗ്രൗണ്ടിൽ ആ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് മാത്രമേ കൃത്യമായിട്ടുള്ള അതിൻ്റെ പ്രോബ്ലംസും അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്നുള്ള ഒരു കാരണം പറയാൻ സാധിക്കുക. കാരണം നമുക്ക് അറിയാം, ഓൺ ഗ്രൗണ്ട് ഇപ്പം ശ്രീ ആഷ്മിയെ പോലുള്ള ആളുകൾ അവിടെ പോകുമ്പോഴാണ് അവിടുത്തെ എന്തൊക്കെ പ്രശ്നങ്ങളുള്ളതെന്ന് അവർക്ക് നേരിട്ട് അറിയാൻ പറ്റും. നമുക്ക് കിട്ടുന്ന വിഷ്വൽസ് ഇപ്പം ഈ ഇൻക്ലൂഡിങ് പ്രേക്ഷകരായാലും ശരി, അവരെല്ലാം കാണുന്നതും ഈ കേൾക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് അവരുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് പറയുന്നത്. അത് കറക്റ്റുമാണ്, ഞാൻ ആരെയും കുറ്റം പറയാനല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കാനുള്ള ആ ഗ്രൗണ്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളാണ് എപ്പോഴും ഫൈനൽ വേർഡ്. അവരെന്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന അത് ആരായാലും ശരി, അവിടെയുള്ള എല്ലാവരും സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് ആ ഒരു ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അത് എല്ലാവരും അവർ ഇവിടുന്ന് പോയ നമ്മുടെ നാട്ടുകാരായാലും ശരി, രഞ്ജിത്ത് ഇസ്രായേൽ പോലെ ആയാലും ശരി, NDRF, SDRF, ആർമി എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ട്രക്കും അതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ അർജുനെ കിട്ടണമെന്നുള്ളത്. പക്ഷേ നമുക്കെല്ലാം അറിയാം, പ്രകൃതി എന്ന് പറയുന്ന വലിയൊരു ശക്തിയുണ്ട്. ആ ശക്തിക്ക് മുകളിൽ മനുഷ്യൻ്റെ ഒരു ടെക്നോളജി ആയാലും ശരി, മറ്റു കാര്യങ്ങളായാലും ശരി, അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്.